വരുന്നില്ലല്ലോ. വരും വരും, ശരിയാക്കാം. ഇതങ്ങോട്ട് വലിച്ചിട്ട് വരുന്നില്ലല്ലോ. എന്നാ പിന്നെ ഒരുമിച്ച് വലിച്ചാലും. ഇത്രയും കാലം താൻ ഒറ്റയ്ക്ക് വലിച്ചിട്ട് വന്നല്ലോ, ഇപ്പൊ എന്താ പറ്റി? അത് പിന്നെ ചേച്ചി ചേച്ചി പിടിച്ചാ കയ്യെന്ന് വിടുവോ? എടാ കയ്യെന്ന് വിടാനാ പറഞ്ഞത്. പിടിക്കുക ചേച്ചി. എന്താ താനിപ്പോ കാണിച്ചേ? അത് പിന്നെ ഞാനൊരു കണക്ഷൻ കൊടുക്കുമായിരുന്നു. മോർക്കെ അങ്ങോട്ട്. അയ്യോ, ഇതെന്തിനാണെന്ന് മനസ്സിലായോ? ഇനി മേല നീ എവിടെയും പോയി ഇങ്ങനെ കണക്ഷൻ കൊടുക്കാതിരിക്കാനാ. അയ്യോ ചേച്ചി, ഞാൻ ആരാടാ നിന്റെ ചേച്ചി? മിണ്ടി പോവരുത്, കുറ്റിയെടുത്തോണ്ട് ഓടറാ. അടുത്ത വീട്ടിൽ എന്താ ഇവിടെ കണക്ഷൻ കൊടുക്ക. ആരാ? എന്താ? ഓ ഒന്നുമില്ല മുത്തശ്ശി, ആരുമില്ലാത്ത നേരം നോക്കി ആ ഗ്യാസുകാരൻ ഗോമതി ചേച്ചിക്ക് ഒരു കണക്ഷൻ കൊടുക്കാൻ നോക്കിയതാ. 3 കെട്ടൊരെണ്ണം കൊടുത്തു വിട്ടിട്ടുണ്ട്. എന്തിനാ അവനെ വെറുതെ വിട്ടത്? പിടിച്ചു കെട്ടിട്ട് നമുക്ക് ദത്തേണ്ണ അറിയിക്കായിരുന്നില്ലേ? വേറെ പണിയില്ലേ? മാറും. എന്തിനാ ഇനി അവനെയും കൂടി നമ്മുടെ ചെലവിൽ തീറ്റി പോറ്റുന്നേ? ഇവനേക്കാളും വലിയ ക്രിമിനൽസ് ഒക്കെ അകത്ത് കടന്ന് സുഖവാസം നടത്തുക. ഇത്തരം ചിന്ന പ്രോബ്ലംസ് ഒക്കെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്താൽ മതിയേട്ടത്തി. നന്നായിട്ട് കൊടുത്തായിരുന്നോ മോളെ? പിന്നെ ഇനി ഒരാഴ്ചത്തേക്ക് അവന് പല്ല് തേക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അകം മുഴുവൻ ആടി ഒലഞ്ഞിട്ടുണ്ട്. എന്തായാലും മോള് കാണിച്ചത് നന്നായി. ഇനി ഒരുത്തരെങ്കിലും പെണ്ണുങ്ങളോട് മര്യാദകേട് കാണിക്കില്ലല്ലോ. ഇവിടെ നടന്നത് വല്ലതും അറിഞ്ഞുവോ? ഇല്ല. ഗ്യാസും കൊണ്ട് വന്ന ഒരുത്തൻ ഗോമതിയോട് മോശമായി പെരുമാറി. നമ്മുടെ ലച്ചുമോൾ അവനെ കൈകാര്യം ചെയ്ത് ഓടിച്ചു വിട്ടു. വെൽ ഡൺ. താങ്ക് യു. അല്ലേ ഇങ്ങനെ നോക്കിന്നാ മതിയോ? ആരെങ്കിലും ഗ്യാസ് എടുത്ത് കണക്ട് ചെയ്തേ. ആ ഞാൻ ചെയ്യാം. ആഹാ, മോക്കിതൊക്കെ അറിയാവോ? അറിയാം. കൊറേ കാലം ഒറ്റയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ജീവിച്ചതുകൊണ്ട് ഇങ്ങനൊരു ഗുണം. ഇതുപോലുള്ള ടെക്നിക്കൽ പരിപാടികളൊക്കെ നന്നായിട്ട് അറിയാം. ഇനി ഞാൻ എന്തായാലും ഒന്ന് കത്തിച്ച് നോക്കട്ടെ. അടിപൊളി അടിപൊളി, സൂപ്പർ. ഏതായാലും സ്റ്റൗ കത്തിച്ചതല്ലേ, ഓഫ് ആക്കണ്ട. ഗോമതി, നീയേ നല്ലൊരു പാൽപ്പായസം ഉണ്ടാക്ക്. ലച്ചുമോളുടെ വിജയം നമുക്കൊന്ന് ആഘോഷിച്ചു കളയാം. അയ്യോ, ഇതെന്താ എല്ലാരും കൂടി? ആഹാ, ഇപ്പോഴാണോ വരുന്നേ? ഇയാളുടെ മർമാണി പ്രയോഗിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. എന്തു പറ്റി? ഒന്നും പറയണ്ട എന്റെ ക്ലാരമ്മേ. വീട്ടിലെ അടുക്കളക്കാരികള് സുന്ദരികളായ ഇതും ഇതിനപ്പുറവും പറ്റും. എനിക്ക് ഇത്തിരി സൗന്ദര്യം കൂടിപ്പോയി, അതിനും കുറ്റം എനിക്കാ? നീ കുറ്റക്കാരി അല്ലാത്തോണ്ടാണല്ലോ ലച്ചുമോൾ അവന് തല്ലു കൊടുക്കേണ്ടി വന്നത്. അല്ല, എന്താ അമ്മയുണ്ടായത്? തെളിച്ചു പറ. ഞാൻ പറയാം. ആ ഗ്യാസ് കൊണ്ട് വരുന്ന സനീഷ് ഇല്ലേ, അവൻ എന്റെ അടുത്തൊരു നമ്പർ അറിയും. ഞാൻ അവനെ തല്ലാൻ കൈപൊക്കിയതും എന്റെ ചാൻസ് തട്ടിപ്പറിച്ച് ലച്ചുമോൾ അവനെ തല്ലി. അത്രേ ഉള്ളൂ. അമ്പട ഭയങ്കര. എന്നാലും അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു കളഞ്ഞല്ലോ. അല്ല, അതിന് ഗ്യാസ് എന്തിനാ ഇങ്ങനെ വെറുതെ കളയുന്നേ? എടി, നിന്നോടല്ലേ ഞാൻ പായസം ഉണ്ടാക്കാൻ പറഞ്ഞേ? അതുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴല്ലേ പണിമുടക്കാൻ ഈ പെണ്ണുമ്പിള്ള കയറി വന്നത്. ഗോമതി എന്ത് പായസം ഉണ്ടാക്കാൻ പോകുന്നേ? അത് ഉണ്ടാക്കി കഴിയുമ്പോ കണ്ടാ മതി. അവക്ക് തന്നെ നിശ്ചയില്ല അത് ഉണ്ടാക്കി വരുമ്പോ ഏത് പായസം ആകുമെന്ന്. മോളെ, മോളും കൂടെ ഈ കൊള്ള സംഘത്തില്. പിന്നെ തമാശയായിട്ട് ആരാ ചേച്ചി ചിരിക്കാത്തെ?
ഒരു തമാശ, വലിയ തമാശയായി പോയി. അയ്യോ